നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ രാഹുൽ വാണിയമ്പാറ. ചെമ്പൂത്ര പൂരമാണ്. ശ്രീ ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവം നടക്കുകയാണ്. ആ പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, കൃത്യമായി ആറുവരിയിലൂടെ ഗതാഗതം ഉള്ളപ്പോഴും വലിയൊരു ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്, അപകട സാധ്യതകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ശക്തമായൊരു പോലീസ് സംവിധാനമുണ്ട്. ഇന്നലെയൊക്കെ വന്ന് കൃത്യമായി സിഗ്നലുകൾ വെച്ചുകൊണ്ട് ഒരു വരിയായിട്ടാണ് ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നത്. അതായത് തൃശ്ശൂർ ദിശയിലേക്കും പാലക്കാട് ദിശയിലേക്കും പോകുമ്പോൾ ചെമ്പൂത്ര മുതൽ മുടിക്കോട് വരെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ സ്ലോ ആയിട്ട് വരിക, അതുപോലെ തന്നെ റോഡ് മുറിച്ച് കടക്കുന്നവർ വാഹനം നിർത്തിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കടക്കുക, സൂക്ഷിക്കണം. ദേശീയപാതയാണ്, NH 544 ആറുവരി, കേരളത്തിലെ ആദ്യത്തെ ആറുവരിപ്പാതയാണ്. വാഹനങ്ങളൊക്കെ അമിത വേഗത്തിൽ വരുന്ന ഒരു കാലഘട്ടമാണ്. മാത്രമല്ല 100 മുതൽ 150 കിലോമീറ്റർ വരെ സ്പീഡിൽ പോകാൻ ശേഷിയുള്ള, അതിന് മുകളിൽ പോകാൻ ശേഷിയുള്ള എഞ്ചിനുകളാണ് വാഹനത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജാഗ്രത പാലിക്കണം. ഏകദേശം 120ഓളം പോലീസാണ് ഈ ഒരു സംവിധാനത്തിനായിട്ട് ചെമ്പൂത്ര അമ്പലവും അതുപോലെ പരിസര പ്രദേശങ്ങളിലുമായിട്ട് വിന്യസിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ചെമ്പൂത്ര ശ്രീ കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം നടക്കുമ്പോൾ ഏകദേശം 2 മണിയോടുകൂടി ദേശീയപാതയിൽ ഒരു കനത്ത ബ്ലോക്ക് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. എമർജൻസി വാഹനങ്ങളുണ്ടെങ്കിൽ പരമാവധി ശ്രദ്ധിച്ച് വരിക. അതുപോലെ തന്നെ അത്യാവശ്യമില്ലാത്തവർ ദേശീയപാതയിലൂടെ ആ ഒരു സമയത്ത് യാത്ര ഒഴിവാക്കുക. കാരണം ബ്ലോക്ക് ഇല്ലാത്ത, സാധാരണ റഷ് ഇല്ലാത്ത ഒരു സമയത്ത് പോലും മുടിക്കോട് ഗതാഗതക്കുരുക്ക് രൂപപ്പെടുന്നുണ്ട്. നമുക്കറിയാം, മുടിക്കോട് അടിപ്പാതയുടെ നിർമ്മാണം നടക്കുന്ന സാഹചര്യത്തിൽ സർവീസ് റോഡിലൂടെയാണ് ഗതാഗതം പോകുന്നത്. അതിൽ തൃശ്ശൂർ ദിശയിൽ നിന്നും വരുമ്പോൾ മുടിക്കോട് സർവീസ് റോഡിന് ഒരു വരിയായിട്ടാണ് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കുക. ചെമ്പൂത്ര ശ്രീ കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്, ഗതാഗത നിയന്ത്രണമുണ്ട്, ജാഗ്രത പാലിക്കുക. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കൊച്ചുകുട്ടികളായിട്ടും മറ്റും വരുന്നവർ വളരെ ശ്രദ്ധിച്ച് റോഡ് ക്രോസ് ചെയ്യുക. ഇവിടെ ഒറ്റ വരിയിലൂടെ മാത്രമാണ് ഗതാഗതം വിടുന്നത്. പോലീസ് അവരുടേതായ രീതിയിൽ ശക്തമായ ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മളും ഒപ്പം ചേർന്ന് മാതൃകാപരമായിട്ട് ഇതിപ്പോൾ കണ്ട ഓവർടേക്ക് ചെയ്ത് ലംഘിച്ചു പോകുന്നതാണ്, ഇടയിൽ കൂടെ കയറി പോകുന്നതാണ്. അപ്പോൾ വണ്ടി ഓടിക്കുന്നവരും നിയമം, പോലീസിൻ്റെ നിയമം കർശനമായിട്ട് പാലിക്കുക. ഇവിടെ ശക്തമായൊരു പോലീസ് സംവിധാനം ഇവിടെ ഉണ്ട് ഈ തവണ. അപ്പോൾ അത് റൂള് എല്ലാവരും പാലിക്കുക. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക.